ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോ ഈ നബിദിന റാലിയിലും ജാഥയിലും ഒന്നും പങ്കെടുക്കാത്ത നമ്മുടെ പള്ളിക്ക് വരുമ്പോൾ അവിടെ ലൈറ്റും തോരണങ്ങളും ഒന്നും കാണാത്തത് കൊണ്ട് പൊതുവെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോ നബി ഇവർക്കൊരു പ്രശ്നമല്ല, റസൂലുള്ളാഹിന് ഇവർക്കൊരു പ്രശ്നമല്ല, റസൂലുള്ള ജനിച്ച അന്ന് പോർക്കവരെ പറ്റി ഒരു ചിന്തയില്ല, അപ്പൊ അള്ളാന്റെ റസൂലിനോട് അവർക്കൊരു സ്നേഹമില്ല എന്നൊരു പൊതുധാരണ ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കൾ, അങ്ങോട്ടൊന്നും പോകണ്ട. നമുക്കറിയാം, ഇപ്പൊ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുഴുവൻ സമയവും ആ 10 ദിവസവും ദീപാലങ്കാരങ്ങളോട് കൂടിയതായിരിക്കും. അത് ഏത് ആരാധനാലയങ്ങളിലും അതുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും പെരുന്നാൾക്ക് നമ്മളെ പള്ളിക്ക് ലേറ്റ് എടുക്കണം. പെരുന്നാളിന്റെ സമയമാകുമ്പോൾ നമ്മളിപ്പോ 2 വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഒക്കെ ലേറ്റ് ഉണ്ടല്ലോ. ഈ ലേറ്റും പരിപാടിയൊക്കെ വെച്ചിട്ടുള്ള പുതിയൊരു ആഘോഷ പരിപാടി ഒരിക്കലും ഇസ്ലാമികമല്ല എന്ന് ചിന്തിക്കാൻ ഈ നബിദിനത്തിന്റെ ദിവസത്തിൽ നടക്കുന്ന പരിപാടികൾ മാത്രം ചിന്തിച്ചാൽ മതി. ഏറ്റവും അധികം നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ് പെരുന്നാൾക്ക്. എന്തോ പെരുന്നാൾക്ക് ഒരു ജാഥ വെക്കാൻ എന്താ സുഹൃത്തുക്കളെ ഇസ്ലാമിന് പ്രയാസം? നമ്മളെ കുട്ടികളൊക്കെ പാടെ കൂട്ടിയിട്ട് ജാഥ നടത്തിക്കൂടെ എന്ന് ചോദിച്ചൂടെ? അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഈ പെരുന്നാക്കില്ലാത്തൊരു ജാഥ എന്തേപ്പോ? പിന്നെ നമുക്ക് അള്ളാഹ് ഈദാണെന്ന് പറഞ്ഞ് നിശ്ചയിച്ച് തന്ന 2 ഈദിലും കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ എന്താ അറിയോ, മറ്റു മതങ്ങളിൽ നിന്നും മറ്റ് ആചാരങ്ങളിൽ നിന്നും എടുത്തതാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഇത് നോക്കിക്കാണുന്ന ആളുകൾക്ക് ആർക്കും ഉണ്ടാവില്ല. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അത് പൂർത്തിയാക്കി പോയി, ഇനി ഒരു റസൂൽ വരാനില്ല. ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ അവസാനമായി ജനിക്കുന്ന കുട്ടിക്കും ഈ ദീന് കിട്ടണം. എങ്ങനെ കിട്ടണം? ഒരു കേടും കൂടാതെ ഈ ദീന് കിട്ടണം. സുഹൃത്തുക്കൾ, അതിനുള്ള സംവിധാനം അള്ളാഹു ഈ ദീനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ എന്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ചേർക്കാനും എന്ത് ബിദ്അത്തുകൾ ഉണ്ടാക്കാനും ആര് ശ്രമിച്ചാലും ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അൽ ഹഖ്, സത്യത്തിന്റെ ഒരു കൂട്ടം ആളുകൾ, അള്ളാഹുവും റസൂലിന്റെ സഹാബത്തും ജീവിച്ചതുപോലെ ദീൻ അനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് എക്കാലത്തും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഉണ്ടാവും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മാർഗം പിൻപറ്റി പോകുന്ന ഒരു കക്ഷി ഇവിടെ എക്കാലത്തും ഉണ്ടാവും. എന്നാൽ നരകത്തിലേക്ക് പോകുന്ന ധാരാളക്കണക്കിന് കക്ഷികൾ ഇസ്ലാമിന്റെ പേര് തന്നെ ഇവിടെ നിലനിൽക്കും. സതഫ്തരിഖു ഉമ്മത്തി 73 ഫിർഖ, 73 കക്ഷികളായിട്ട് ആളുകൾ തീരുന്നതാണ്. എല്ലാവരും നരകത്തിലാണ്, ഒരു കക്ഷി മാത്രം സ്വർഗത്തിലാണ്. എന്നാ കക്ഷിന്റെ പേരാണ് പറഞ്ഞ നമുക്ക് എത്ര സൗകര്യമെന്നു? അള്ളാഹ് റസൂൽ ആ പേര് പറഞ്ഞിട്ടില്ല, ലക്ഷണേ പറഞ്ഞിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, ആ ലക്ഷണത്തിൽ നിന്ന് നമുക്ക് നെല്ലും പതിരും വേർതിരിഞ്ഞെടുക്കും. ഏതൊരു കാര്യം ബിദ്അത്താണോ സുന്നത്താണോ തർക്കം വന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു പ്രശ്നം അതിനില്ല. എന്താണത്? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദീനിലുണ്ട്. ഞാനും എന്റെ സഹാബത്തും ഇന്ന് എന്തൊക്കെ ചെയ്തിട്ടില്ലയോ അതൊന്നും ദീനിലില്ല.